തക്കടൂല്ലേ കടയിൽ നിന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്നിരിക്കാൻ കേട്ടാ. എന്തൊരു ഡിമാൻഡാണെന്നറിയോ, വേറെ കാക്കകളിലാണെങ്കിൽ വെച്ചാൽ പേടിയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവനക്ക് ഫുഡ് കാണിച്ചു കൊടുത്താൽ പോലും വേറെ കാക്കകളെ പേടിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരാത്ത സിറ്റുവേഷനാണ് കേട്ടോ. തക്കു ബാ, മൻ്റെ കുട്ടി ഇവിടെ വാ, ബാ അക്കു ഇവിടെ വാ. ആ നേരെ തലയിലാണ് കേട്ടോ, പിടിച്ചാൽ വരണൊക്കെ ഉണ്ട്. ഇതേണ്ട വന്നിരിക്കണേ ഉമ്മാൻ്റെ മേത്ത് കയറി എങ്ങനെ കാണുക പൊന്നോ. വാടി ഇവിടെ, ഇതാ ഇതാ നമ്മുടെ അക്കു. അമ്മ കൈ വേദനയുടെ അക്കു, അമ്മക്ക് കൈ വേദനയാണ് അക്കുവേ. കടയിൽ നിന്ന് ഫുഡ് കൊടുക്കുന്ന സമയത്തില്ലേ അവൾക്ക് കഴിക്കാൻ ഭയങ്കര പേടി. എന്നിട്ട് ഞാൻ എന്തായിട്ടും ചെറിയ ചെറിയ പീസാക്കും. എന്താ വെച്ചാൽ വലിയ പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ വായിൽ കണ്ടു കഴിഞ്ഞാൽ വേറെ കാക്കകൾ തട്ടിപ്പറിച്ചെടുക്കൂട്ടാ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കുമ്പോൾ അവൾ വേഗം വായിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കും. അതാകുമ്പോൾ വേറെ കാക്കകൾക്ക് കിട്ടൂലല്ലോ. നോക്ക് എൻ്റെ കൈ വേദനയായിട്ട് ഞാൻ എണ്ണ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ എണ്ണ കണ്ടിട്ട് കൊത്തി നോക്കുകയാണ്. കൊട്ടൻചുക്കായ തൈലത്തിൻ്റെ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ തക്കുട് പൊക്കിയിട്ട് പോകും അല്ലേ. അല്ല അക്കുവേ, അല്ല അക്കുവേ, എൻ്റെ അക്കുവാണ് ഇത്. നോക്കി കയ്യിൽ എണ്ണ കൊത്തിയെടുത്ത് നോക്കുകയാണിത്. എണ്ണയിടാനും സമ്മതിക്കട്ടെ. വാവു കൊത്തരുത്, വാവു ആവും കൊത്തരുത്. തക്കു തക്കു ചെക്ക, തക്കു ചെക്കനാണോ പെണ്ണാണോ? സത്യത്തിൽ എനിക്കും അറിയില്ല തക്കു ചെക്കനാണോ പെണ്ണാണോ. അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ അല്ലോ അവേ. ആദ്യമൊക്കെ പറഞ്ഞു കമൻറ്റിലൂടെ മുട്ടിയിട്ടിട്ടാണ് അടക്ക് കയറിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് എൻ്റെ കുട്ടി പോണത്. അവൻ്റെ വയറ് നിറച്ച് അവനെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ ഇവിടെ നിന്ന് പോണത്. ലക്കൂ ഒരു സ്വത്താണത്. കയറുന്ന പിടിച്ചെടുക്കേ, വരിക്കേ അടുക്ക് എന്നാ പിടിക്കേ. ആ അമ്പു അങ്ങോട്ട് പോയി.